സ്വിച്ച് ഓഫ് ആ ഈ പ്രോബ്ലം നോട്ട് ചെയ്തു. 1 added to the product of 2 consecutive എന്താ അമ്മേ? എടാ മാളു ഇതുവരെ വന്നില്ല. അവള് നിന്നെ എങ്ങാനും വിളിച്ചോ? ഇല്ല, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. Now മീര, find out. അവളുടെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരുടെ നമ്പർ ഉണ്ടോ? ആ ശ്രുതിയുടെ വിഭീഷണ നമ്പർ ഉണ്ട്. 7 മണിയായിട്ടല്ലേ ഉള്ളൂ, അവളങ്ങ് വന്നോളൂ. കോടി ഓടുന്നു. കാലം ഇല്ലാത്ത കാലം ഇത്. ഇച്ച വിഷമിക്കാണ്ടിരി, അവള് പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ. ആരെങ്കിലും കൂടെ പോയി കാണും. മനു, നീ ആ പിള്ളേരുടെ നമ്പർ എടുത്ത് വിളിക്കാൻ നോക്കിയേ. എടീ, നീ നമ്പർ തന്നെ. 960 574 0822. ആരാ? നീ വാടാ. നിങ്ങളെല്ലാരും നിങ്ങളുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്നേ? എവിടെയായിരുന്നു ഇത്ര നേരം? എന്റെ ഫ്രണ്ട് ഫെമി ഇല്ലമ്മേ, അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി. അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പോ അവിടെ വരുന്ന പോയി അല്ലടാ. അമ്മയ്ക്ക് ബിബീഷിന് ഓർമ്മയില്ലേ? ഇന്നാളിൽ ഇവിടെ വന്നായിരുന്നല്ലോ. ഡാ കേറി വാ, അമ്മ നല്ല അടിപൊളിയിട്ട് നാരങ്ങളുണ്ട്, നീ കുടിച്ചിട്ട് പോയാ. മനുഷ്യേട്ടാ ബൈ. അമ്മേ ബൈ. മീര ചേച്ചി ബൈ. ബൈ ബൈ ഡാ. ബൈ. എന്താ അമ്മയും മോനും കൂടെ? മോളെ മാളു, നമ്മുടെ കുമ്പഴ എന്ന് പറയുന്നത് വലിയ സിറ്റി ഒന്നുമല്ല. വളരെ സാധാരണക്കാര് ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത്. ഒരു മിനിറ്റ്, ചേട്ടൻ വല്ല കഥാപ്രസംഗത്തിനും പോകുന്നുണ്ടോ? നിന്നോട് ചോദിക്കാൻ പറഞ്ഞ നേരത്തിനെ ഒരു മരത്തിനോടാണ് ചോദിച്ചെങ്കിൽ അത് 2 ഇലയെങ്കിലും വീശി കാണിച്ചേനെ. കാര്യം പറയടാ. മാളു, നീ ഇന്ന് ആരാണ്ടര കൂടെ ബൈക്കിൽ കയറി വന്നു. സംഗതി അവർ നിന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക്, ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ? അതുകൊണ്ട് നാളെ മുതൽ ഇനി ഇത് ബൈക്കിൽ വരരുത്. അങ്ങനെ വല്ല കാരണവശാലും ലേറ്റ് ആയ ഓട്ടോ പിടിച്ച് വരണം. പാട്രിയാർക്കിസം. അതൊരു പുതിയ പരിപാടിയാണ് അമ്മേ. എന്റെ ചേട്ടാ, ഏത് നൂറ്റാണ്ടിലാ ചേട്ടൻ ജീവിക്കുന്നേ? 19 ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കയറിയെന്നോർത്ത് എന്നാ സംഭവിക്കാനാ? ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്നതും കണ്ട് ഏതെങ്കിലും ഒരു പണിയില്ലാത്ത കേശവമാമൻ. അതാരടി കേശവമാമൻ? അതൊരു പൊതുനാമമാണ് അമ്മേ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. നാളെ ഒരു ചേട്ടനെ കുറിച്ചായിരിക്കും പറയാ. എന്ത് പറയാ? ആ അതൊക്കെ പറയും. ചെലപ്പോ ദേ ചേച്ചിയെ കുറിച്ചായിരിക്കും പറയാ. അവളെ തൊട്ട് കളിക്കണ്ട, ആദ്യം നീ അവളെ കണ്ടുപിടിക്കട്ടോ. ഓ, എന്തായാലും നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാവില്ല ചേട്ടാ. ദേ, നീ ലേറ്റ് ആയി വന്നാൽ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ചേട്ടൻ്റെ അടുത്ത് തറുതലവട്ടം നിന്നുണ്ടല്ലോ, ചൂടുവെള്ളമായിരിക്കും, മുഖത്ത് ഞാൻ ഒഴിക്കും. മാളു, ആ പയ്യന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ബിബീഷ്. ബിബീഷ്? എനിക്കും കുറച്ച്. ബിബീഷ് കരുണാകരൻ. ബിബീഷ് കരുണാകര? പറയടി, ബിബീഷ് കരുണാകര? ബിബീഷ് കരുണാകര മേനോൻ. എന്തൊക്കെയുണ്ട് വാർത്ത? എന്ത് പറയാനാടാ അമ്പാടി, പഞ്ചാബില് ബസ് മറിഞ്ഞേ 5 പശുക്കൾ ചത്തുന്നു. കഷ്ടായി പോയി. അവനിതറിഞ്ഞ അമ്മ ഞാൻ പോവാണേ. എങ്ങോട്ടാ രണ്ടാളും കൂടി? ഭക്തിമാർഗത്തിലാണ് അമ്മേ. വലഞ്ചുഴി അമ്മേ ശരണം. അമ്മേ ശരണം. ഇതാണോ 7:30? ഇതല്ല 7:30. പിന്നെ വൈകിപ്പോയി. നീ തൊഴുതോ? ഓ, എത്രയാന്ന് വെച്ചാ നോക്കി നിക്കുന്നേ? ഞാൻ തൊഴുതു. ആണോ? ഞാൻ പോയി തൊഴുതിട്ട്. അവിടെ നിക്ക്, നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിച്ച. ഞാൻ പോയി. അല്ല, ഇങ്ങോട്ട് വന്ന്, ഇവിടെ നമുക്ക് ആ കാവിനെ കൊണ്ടുപോവാം. വന്നേ. ആൾക്കാരൊക്കെ നോക്കുന്നു. എന്ത്? നമുക്ക് ബസ്സിൽ കാണാം. അപ്പൊ ഇത്ര നേരം കാത്തുനിന്ന് ഞാൻ ആരായി? ഓ, അത്രേ ഉള്ളല്ലേ? ഞാൻ പോവാ.
അമ്പടിച്ചേട്ടാ ഏ അവളെന്തോ പറഞ്ഞു? അല്ല അത് അവളുടെ അച്ഛനുണ്ടല്ലോ കരയോഗ പ്രസിഡന്റ് പുള്ളിയുടെ മുമ്പിൽ നിനക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെന്നേ പറഞ്ഞ് നടക്കില്ല ബുദ്ധിമുട്ടാണെന്ന് പ്രാർത്ഥിക്ക അമ്പലമല്ലേ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. മനസ്സിലായി? ചെന്നാ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്ര നേരം? ദേ വിളിക്കണേ നിന്റെ വള്ളി ചിറ്റപ്പൻ. ഇങ്ങോട്ട് ഒരു കാര്യം പറയണ്ട. എന്താ? എടാ, മീറ്റിങ്ങിനിടയ്ക്ക് ആ ജഗദമ്പിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തിടുമെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം. ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത്. ചിറ്റപ്പൻ ധൈര്യമായിട്ടിരി. ഈ കരയോഗത്തിനൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർദ്ദൻ ചിറ്റപ്പനായിരിക്കും. എനിക്കത് കേട്ടാ മതി. ചിറ്റപ്പ മനം കൊളുത്തിയ ദീപിക ദീപിക തലമുറ തലമുറക്കായി സെക്രട്ടറി ഇരിക്ക. ആ ചേട്ടാ എന്നാ തുടങ്ങാം. നമസ്കാരം. സരസ്വതി വിലാസം NSS കരയോഗം ക്രമ നമ്പർ 421 കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറുപ്പ് ചേട്ടനെ ഞാൻ ബഹുമാനപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. പത്തനംതിട്ട യൂണിയന് കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം NSS കരയോഗത്തിന്റെ മുൻവർഷത്തെ ആകെ വരുമാനം 2 ലക്ഷം. റിപ്പോർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ പ്രസിഡന്റ്. നമ്മുടെ കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറ. 3 വർഷമായി. ആ ബഹളം വെക്കല്ലേ ജഗദമ്പിള്ളേ. എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ്. അതങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ. പുതിയ ആൾക്കാർ വരട്ടെ. ആ ഇരിക്കുന്ന ജഗദമ്പിള്ള ചേട്ടൻ പ്രസിഡന്റ് എന്താ പറ്റില്ലേ? ആ പ്രസിഡന്റ് മാറ്റാൻ പറ്റത്തില്ല. ഈ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? എന്തോ വേണമെന്ന്. അതെ, ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി നിന്നാലേ കാര്യങ്ങൾ ശരിയാവില്ല. നമ്മുടെ ഖജാൻജി മനോജ് ആണെങ്കിൽ കണക്കുകൾ കൃത്യം കറക്റ്റാ. അതെ. അപ്പന്റെ സ്ഥലത്തിന്റെ കാര്യം പറ. അത് മാത്രമല്ല, നമ്മുടെ ഈ കരയോഗ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ്. നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, മാറ്റങ്ങൾ വേണം. അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാം. എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവുണ്ട്. ആരാണ് അയാൾ? മനു മോഹൻ നായർ. അത് ശരിയാവില്ല. അതൊക്കെ ശരിയാവും. ഉത്തരവാദിത്തമുള്ള ജോലിയാ. അതിനെന്താ, ചെറുപ്പക്കാർ വരട്ടെ. നമ്മുടെ കല്ലുവേലിലെ മോഹന്റെ മകനല്ലേ? അതെ, ഞാൻ പിന്താങ്ങുന്നു. ഞാനും. ആളെവിടെ? ദേവിടെ ഉണ്ടോ? ഓ വരൂ വരൂ. മനുട്ടാ ഇവിടെ എന്റെ കൂടെ ഇരിക്കുവാ. അങ്ങനെ നീ ഇപ്പൊ എന്റെ ചേട്ടൻ്റെ അടുത്ത് ഇരിക്കാറായിട്ടില്ല. നിനക്കൊരു സ്ഥലമൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നെടുത്തിരിക്കും. മനുച്ചേട്ടോ പുറയിൽ സീറ്റ് ഉണ്ടിരിക്കാം. എടോ, താൻ എന്നെക്കാളും മൂത്തല്ലേ? താൻ എന്തിനാണ് മനുഷ്യട്ടാന്ന് വിളിക്കുന്നത്? അല്ല മനുച്ചേട്ടാ, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ എപ്പോഴായാലും ബഹുമാനിച്ചല്ല പറ്റൂ. മനുച്ചേട്ടനിരിക്കുക. എന്താ അവിടെ എന്നെ നോക്കാൻ? അവള് വന്നില്ലേ? അവള് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പൊടി പൊടി. ആരാ? ആ പ്രസിഡന്റ് വരാം. ഓ വരാം. ശരി ശരി. എന്താ പറഞ്ഞേ? നിന്റെ അച്ഛനിപ്പോ ഞാനില്ലാതെ പറ്റില്ല. നീ നാളെ കരയോഗത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോകാൻ പറഞ്ഞാ. എന്റെ അടുത്താണ് വേണ്ടില്ല. അച്ഛനെ ഇംപ്രസ് ചെയ്താൽ മതി. ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാം. അത്രേ ഉള്ളൂ. അതുണ്ടാക്കി എടുത്തിരിക്കും. ഓക്കെ ഓക്കെ. ഓക്കെ.
നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളുടെ പോകുന്നതല്ല ഇപ്പോഴത്തെ ഒരു ഫാഷൻ. എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത്. അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും. നമ്മുടെ ഒരു ചെക്കൻ പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ട് തരുന്നെങ്കിൽ പിന്നെ പോട്ടെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണെ അങ്ങോട്ട് കൊടുത്താല് അടുത്ത തലമുറ കൂടെ അവരുടെ കൂട്ടത്തിലാവില്ലേ? വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെയൊക്കെ കുറയുന്നത്? അതെ, നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടാ 10 തലമുറ കഴിഞ്ഞാലും നാറ്റം മാറത്തില്ല, ഓർത്തോണം. ഞാൻ എന്തോ ചെയ്യാനാ കുറിപ്പേട്ട, അവള് വാശിയില്ല. ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു, അവർക്ക് സമ്മത. കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത്. പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും. നടക്കില്ല. അങ്ങനെ സകലമത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ അവരുടെ വഴി, അല്ലെങ്കിൽ നമ്മുടെ വഴി. ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല. അല്ലേ പ്രസിഡന്റ്? സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല. മനു, എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബ മഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ? എന്നിട്ട് എന്തായി? അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചു പോയി. ഡിവോഴ്സ് ആയാലെന്താ? നഷ്ടപരിഹാരം നമ്മൾ മേടിച്ചു കൊടുത്തില്ലയോ? കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും. ഓഹോ, എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. പ്രസിഡന്റേ, ഇറങ്ങാം. അപ്പൊ ശരി. അയ്യോ, എല്ലാരും നിന്നെ. നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരത്തില്ലല്ലോ. ഇതാ സ്വീറ്റ്സ് എടുത്തേ. അമ്പാടിയിട്ടാ സ്വീറ്റ്സ്. താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അയ്യോ, നമുക്കെന്നാ തവളപ്പറമ്പിലെ മധുവിന്റെ പ്രശ്നം കുത്തുറപ്പാക്കിയാലോ? എന്റെ കാജു ബർഫിന്ന് പിടിച്ചു. കാജു ബർഫിലേക്ക് വണ്ടി എടുക്ക്. എന്റെ ഈ 2 എണ്ണം തന്നെ അധികമാ. ആ പോയില്ലേ? ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉഷാമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അവര് കാണുന്നതിന് മുമ്പ് വേഗം ആട്ടാനതാ. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ഇതെന്തിനു മുറ്റത്ത് കയറി മുള നടന്നേ? ഡി, ആ രാജീവൻ കിട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ നാളെ ആയില്ല. ഇതോടെ നാളെ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടാണെന്ന്. അതിന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ? നിനക്ക് അങ്ങനെ പറയാം. ആയില്ലുകാരി രാവിലെ എണീറ്റ് കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു പോകും. ദൃഷ്ടിദോഷം. ആനന്ദ, ആ മുഴുത്ത കമ്പ് തന്നെ നോക്കിയെടുത്ത് വെക്കേ. ഇച്ചയ്ക്ക് ഞാൻ ആയില്യം കൊല്ലിയുടെ തൈ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലായിരുന്നോ? ഓ എടാ, അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്റ്റ് അല്ല. മുളയാ നല്ലത്. ദേ ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ടേ ആയില്യ ദൃഷ്ടി അങ്ങ് മാറിക്കോളും. ആ വേഗാട്ടെ പോരെ? കൊച്ചേട്ടാ എന്തായാലും പോയില്ലല്ലോ, ബാ നമുക്കത് ക്ലീൻ ചെയ്ത്. കൊച്ചേട്ടാ, എന്താ ചേച്ചി രാവിലെ? ഒന്നുമില്ല ഗീതേ, ഇവള് ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ അങ്ങ് വഴക്കാതെ. അതാന്നോ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല. ഇന്നെന്താ ഇത്ര വൈകി? ഓ ഒന്നും പറയണ്ട ഇച്ചേ. വരുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി. അവിടുത്തെ പെണ്ണുമ്പിള്ളക്കാണ് മീൻ വേണോ താനും കാശൊട്ട് തരാനും വയ്യ. ഏതാ കുരീക്കല വീട്ടിലോ? ആ അത് തന്നെ, ആ ലീസി. അമ്മ ചായ. പിശുക്കാന്നേ. അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം. തറവാട്ടുകാരായാലും അങ്ങനെ. കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞ ആരായിരുന്നു ഒരു കാലത്ത്? കുടിക്ക്. ചോറ്. ചക്കവാരം കഴിഞ്ഞിപ്പോ ചീരവാരാണോ? തമാശകളാ, വന്നേ ലേറ്റായി. ഇച്ചേ, അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ എങ്ങനെ ഉണ്ട്? ഓ, അതാ തള്ളയുടെ കൂടെ വന്ന് മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കും. ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനില്ലേ? ഏത് പട്ടരുടെ അവിടുത്തെയോ? ആ നാരായണേട്ടന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്ങാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ. ലവ് ജിഹാദാ, ലവ് ജിഹാദ്. അവന് ഹിന്ദു, ആ കൊച്ചു ക്രിസ്ത്യാനിയും അല്ലേ? പിന്നെ എങ്ങനെ ലവ് ജിഹാദാ വന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. എന്നതായാലും ലവ് ജിഹാദാ, അത് ഉറപ്പാ. അതിരിക്കട്ടെ ചേച്ചി, നമ്മുടെ മീരമോക്ക് കല്യാണാലോചനയൊന്നും ആയില്ലേ? ഓ, അവള് പഠിക്കല്ലേ? പഠിക്കട്ടെ പഠിക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം, എന്നെ പോലെ. അല്ലടാ, ഞാൻ എന്തിനാ വരുന്നത്?
ഒരു പ്രായപൂർത്തിയായ പെങ്കൊച്ചുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ചിറ്റമ്മ പോവാ? എന്തുവാ? എന്റെ പൊന്നു ചേട്ടാ, നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ പ്രായമായ കാരണന്മാര് വല്ലതും വേണ്ടേ? അതിനാണോ? എടാ, പിന്നെ ആ ജഗദമ്പിള്ളയുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. പ്രസിഡന്റ്, അയ്യപ്പൻ വിളക്കിനുള്ള പിണ്ടി എടുക്കാൻ വന്നതാ. തെങ്ങും പൂക്കലയും കുരുത്തോലയും വേണം. ആ, രണ്ടുപേര് പുറകിലോട്ട് ചെല്ല്. വേണ്ട അതൊന്ന് ചയ്യത്തിന് നിങ്ങൾ പുറകിലേക്കല്ലേ? ശരി മനസ്സേട്ടാ. ഈടാ, നിന്നോട് എത്ര പ്രാവശ്യം ചേട്ടാന്ന് വിളിക്കുന്നു? മകരായിട്ട് എന്താ ചൂടല്ലേ കുറുപ്പേട്ട? അതെ അതെ. കൊച്ചേട്ടാ സുശീലേ, നാളെ അയ്യപ്പൻ വിളക്ക്. അത് പറഞ്ഞപ്പോഴാ മനു, അവിടെ കുറച്ച് വിറക് കിടപ്പുണ്ട്, അതുകൂടെ കൊടുക്കോ. കഞ്ഞിക്കൊള്ള ജഗദമ്പിള്ള വിളിച്ച് പറഞ്ഞായിരുന്നു. കഞ്ഞിക്കോ? പിണ്ടി കെട്ടാൻ പോയാൽ മതിയായിരുന്നു. ദാ, ചാടി നിൽക്കണം. അല്ല, എടാ, ഈ വീടിന്റെ പുറകിൽ ഇഷ്ടം പോലെ റംബൂട്ടാനും മാങ്ങയുണ്ടല്ലോ. താഴത്തെല്ലാം കല്ലുണ്ട്, നീ മിണ്ടായിരുന്ന പണിയെടുക്കട. റംബൂട്ടാനും മാങ്ങേ നീ വായിൽ നോക്കി കെട്ടി അടുക്ക്. 5-6 മാസം കൊണ്ട് അവളുടെ പഠിത്തം കഴിയും. നല്ലത് വല്ലതും വന്നാ നോക്കണം. ആ, നമ്മുടെ ഒരു ചെറുക്കനുണ്ട് ലണ്ടനിലാ, എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞേ. നാളും നക്ഷത്രവും പറഞ്ഞായിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. ലണ്ടൻകാരനാണെങ്കിൽ എന്ത് നാളും നക്ഷത്രം. അല്ല, നിങ്ങൾ ഇനി നാട്ടിലുള്ള വല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത്? സർക്കാർ ഉദ്യോഗം വേണ്ട. നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലിയല്ലേ? എന്തോ കിട്ടാനാ? നമുക്ക് ആ ലണ്ടൻകാരനെ തന്നെ നോക്കാം. ആ, നല്ല കൂട്ടരാ. എനിക്ക് ചെറുപ്പം മുതൽ അറിയുന്ന പയ്യനാ. പയ്യന്റെ മുത്തച്ഛനെ അധികാരിയായിരുന്നോ? അല്ല, പയ്യൻ എവിടുത്തെയാന്നാ പറഞ്ഞത്? പറഞ്ഞാ ചിലപ്പോ പ്രസിഡന്റ് അറിയുമായിരിക്കും. പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ, അരവിന്ദാക്ഷൻ നായർ. സുശീലേ, മോഹൻലാലിന്റെ തറവാടുമായി ബന്ധമുള്ളവരാ. ഒന്നടങ്ങു മനു. എങ്ങനെ അടങ്ങാൻ? ഒന്നുമില്ലെങ്കിലും ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ, അപ്പൊ കല്യാണത്തിന് ലാലേട്ടൻ വരും. നീ കിട്ടിയിട്ട് ഇപ്പൊ ആര് വരാനാ? അതൊക്കെ ചുമ്മാ തള്ളുന്ന. പുള്ളി തിരുവനന്തപുരത്തുകാരനാ. ആര് പറഞ്ഞു? പുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ? പിന്നെ ഇലന്തൂര്. നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാരൻ. പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായി പോയി. പക്ഷെ വിട്ടുകൊടുക്കത്തില്ല. നീയൊക്കെ പിടിച്ചോണ്ടിരുന്നോ? എന്നാ കയറുപിടി, കയറുപിടി, പിടിക്കേ. ഒക്കെ പൊക്ക്. എടാ പിടിക്കൂടെ വന്ന് പിടിച്ചേ. ഞാനെങ്ങനെ എടാ മനോജ് പിടിച്ചേ. കൊച്ചേട്ടാ കഴിഞ്ഞേ. അപ്പൊ പ്രസിഡന്റ്, നാളെ കാണാം. നടക്ക് പിള്ളേരെ, ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള. വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വിറകും ചുമന്ന് പോവാ കാമുകൻ. സുന്ദരിമാർ തന്നുടെ സുന്ദര രൂപം കണ്ടതിമോദ, സുന്ദരിമാർ തന്നുടെ സുന്ദര രൂപം കണ്ടതിമോദ, മന്ദിരമതിലങ്ങു വസിക്കും സുന്ദര യക്ഷിഗണങ്ങൾ. വേണ്ട മനുഷ്യട്ട, ചൂടാണ്. മനുഷ്യൻ പൊള്ളും. മനുഷ്യൻ പൊള്ളും. അവിടെ കൊടുക്കട്ടെ. ചൂടുണ്ട്, ചൂട്. ഉപ്പ് എന്നതുള്ള അമ്മച്ചി ഉപ്പിട് കൊച്ചേ. ചൂടാണ്, ചൂട് സൂക്ഷിക്കണം. കുറച്ച് ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്നാ വാ. പോലെ ചേട്ടന് ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കോ. അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാൽ മതി. മനു, മനുവേ, മനു. എന്താടാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തോ ചേട്ടാ? എന്റെ കൊച്ചൊരു കത്ത് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ കൂടെ ട്യൂഷന് വന്നുകൊണ്ടിരുന്ന പയ്യനാ. നമുക്കൊന്നും അറിയില്ലോ ചേട്ടാ. നിർമ്മലിന്റെ കൂടെയോ? അത് ശരി. അപ്പൊ എല്ലാരും കൂടി അറിഞ്ഞോണ്ടുള്ള കളിയായിരുന്നല്ലേ. എന്നോട് വേണമായിരുന്നു മീര കുഞ്ഞെ. 17 വയസ്സ് തികഞ്ഞിട്ടില്ല അവക്ക്. ദാണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ കണ്ട്. കൊള്ളാലോ, നല്ല ഫോട്ടോ അല്ലേ? മനു, പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവാ. ഈ ബിജുക്കുട്ടൻ കണ്ടയാ.
നീ അവളോടൊന്ന് ചോദിച്ചേ. ഞാൻ ചോദിച്ചപ്പോ രണ്ടും കിടക്കണം ഉരുണ്ട് കളിക്കുന്നു. ഞാൻ എന്താ പറയാ? പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ണം നിനക്ക് അറിയത്തില്ല. എവിടെയാണ് അവര് പോയത്? ഞാൻ ബസ്സൊന്നും കയറ്റി വിട്ടില്ല. എന്നോട് ഇച്ചിരി കാശ് ചോദിച്ചു. കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു. അല്ലാതെ എനിക്കറിയില്ല അവരെവിടാന്ന്. എന്റെ മുഖത്തോക്കി പറ, നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന്? കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നാ പറഞ്ഞേ. പ്രസിഡന്റ്, കൊച്ചിനെ കിട്ടി. ഞങ്ങൾ ആനന്ദം കൊച്ചാട്ടന്റെ വീട്ടിലുണ്ട്. വിളിക്കാം. അവള് ഒരേ വാശിയില്ല, ഇനിയും പോകുന്ന പറയുന്നത്. നമ്മളിനി എന്താ ചെയ്യാ? നമുക്ക് കരയോഗത്തിലൊന്ന് അവതരിപ്പിച്ചാലോ? ഞാൻ അവളോട് സംസാരിക്കട്ടെ. സോറി അച്ഛാ, സോറി. എന്താ ചേച്ചി, ഈ മാസത്തെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞല്ലോ. മോളെ അതൊക്കെ നോക്കുന്നേ. അവള് വരുമ്പോ ഞാൻ പറയാം. ആര് നോക്കിയാലും കുഴപ്പമില്ല ചേച്ചി. ഞങ്ങൾക്ക് എന്തായാലും ക്വാർട്ടറിലെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. പറഞ്ഞ പോലെ റിപ്പോർട്ട്. ഓ, ഒന്നുമില്ലെന്നേ, ബാങ്കിൽ നിന്ന് പശുവിനെ നോക്കാൻ വന്നതാ. ഓ, ഞാൻ വിചാരിച്ചു വല്ല ജപ്തി ആയിരിക്കും. അയ്യോ, ജപ്തിയല്ല, ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ. ആ, അതന്നെ. എന്താ മോന്റെ പേര്? ആ, ശ്രീശങ്കർ. ചേച്ചി ഇതൊന്ന് പിടിക്കോ? എവിടെ സ്ഥലം? ഞാൻ കൊച്ചിയിലായിരുന്നു. ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 2 മാസം അത്രയായിട്ടുള്ളൂ. ഞാൻ ശരിക്കും കോന്നിക്കാരനാ. കോന്നിയിലോ? അവിടെ എവിടെയാ? ഒരു മങ്ങാരത്ത് ശ്രീധരൻ കർത്തെ അറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത്. മോൻ ഇരിക്കെ, ഞാൻ ചായ അയ്യോ, എടുത്തിട്ട്. ചായ ഒന്നും വേണ്ട. മോന ആദ്യമായിട്ട് വരികയല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. അവിടെ ഇരിക്കെ. ഹായ്. ഹായ്. ആരമ്മയത്? ബാങ്കിൽ നിന്ന് വന്നതാ. പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ. മങ്ങാട്ടത്തെയാ, വലിയ കുടുംബക്കാരാ. വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്നേ. ചേച്ചിക്ക് നോക്കാനല്ലേ. മനസ്സിലായി. കൂടി അവിടുന്ന്. ഇവളുടെ ഒരു കാര്യം. എവിടുന്നാ? ഞാൻ ബാങ്കിൽ നിന്ന് മറ്റേ ലോണിന്റെ പശു ഇൻസ്പെക്ഷൻ. മനസ്സിലായി. അതെ, ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട. അമ്മയ്ക്ക് ടെൻഷനാവും. ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ ഓക്കെ. ഞാനെന്നാ അല്ല, അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല വേണ്ട, ഞാൻ വേണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി. അല്ല വേണ്ട, കുഴപ്പമില്ല. ഇപ്പൊ വരാം. ഇതാരാ? അയ്യോ,
ആ കുട്ടി എവിടെ പോയി? പോയോ? ആരമ്മത്? നിനക്ക് വേണോട്ടോ ചായ? ആ വാങ്ങിച്ച. അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച ചായ. തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛന്റെ അമ്മായിയുടെ മോൾ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടി പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്ത് കയറിയ രണ്ടാളും കൂടെ പോയത്. പിന്നീട് അവരെ കുറിച്ച് വല്ല വിവരം? പിന്നീട് ഒരു പൂരത്തിന് പാപ്പാഞ്ചിറ്റപ്പം മരിച്ചു. ആന കുത്തിയതാണോ അമ്പുജാക്ഷി ചവിട്ടിയതാണോ എന്നറിയില്ല. അമ്മ ഇതിലെ ഇലക്കിട്ടിരുന്നല്ലേ? ആ, അങ്ങനെ ഒരു പറ്റി. മാറിക്കടി. നീ പോയിട്ടേ ഒരു സാഡ് സോങ് ഇട്. ഏത് പടത്തിലെ പാട്ട ചേട്ടാ? പ്രായക്കര പാപ്പാന്റെ ഏതെങ്കിലും പാട്ടിടു. നീ ഇവിടെ ഇതായിരുന്നു പറയാം. നീ പറഞ്ഞ ഹായ്. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറിക്ക് ആയിട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്. പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ആ, നമ്മളെന്താ ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തുമ്പോൾ ഇപ്പൊ തുടങ്ങുന്നത്? നീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേച്ചി, ലവ് ജിഹാദാണോ എന്ന് അറിയാനാണോ? ഒന്ന് പോച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ആ, ഞാൻ ഇരിക്കുവാണേ. വാ, ഇവിടെ ഇരിക്കാം. കോമളിച്ചി, ആ, എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ല ആയോ മോളെ? ഇല്ലേ ചേച്ചി, ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉണ്ട്. നോക്കണം. ആ, ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേർന്നേ. നോക്കേ ചേച്ചി. എനിക്ക് അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? അമ്പാടേ, നിനക്ക് ഇതുവരെ ആരും സെറ്റ് ആയില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവള് ഹലോ. ഹായ് ഷമേ. ഹായ് മീര. എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ. അനുഗ്രഹിക്കമ്മേ. എന്തു പറ്റി? പാലക്കാട് മറ്റം തീർന്നോ അമ്മേ? ഇല്ല. തീർന്നില്ല? KSRTC ബില്ല് അടച്ചോ? അല്ല, KCBയുടെ ബില്ല് അടച്ചോ? എന്തുവാ? അല്ല, കറക്റ്റ് ടൈം അല്ല, ഓൺലൈൻ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരമ്മേ? അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ. MSc. ശലഭ. കുട്ടി എന്തിനാ വലിഞ്ഞു കയറി വന്നേ? മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുടെ വരുന്നില്ലേ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട. അമ്മേ, ഇവരിറങ്ങുവാന്ന്. പോയിട്ട് വരട്ടെ അമ്മേ. ആ, അവര് പോവാ. സൂക്ഷിച്ച് പോയിട്ട് വാ വിഭീഷ് മേനോൻ മോനെ. വാ. മനുടെ വരുന്നില്ലേ? നീ എന്താ ചോദിക്കാണ്ടും പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ? നിന്നെ ആരെ വിളിച്ചേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വരണ്ടെന്ന്. എന്നാ പിന്നെ വന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത്
അന്ന് അയ്യപ്പൻ വിളക്കിനുണ്ടായിരുന്നില്ലേ? അതെ അതെ. ആ അതാ നല്ല മുഖപരിചയം തോന്നിയത്. മോളെ എടുത്തിയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ? ഓ, നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന കുറിപ്പിന്റെ മോള്. അങ്ങനെ വരട്ടെ, നമ്മളെ ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ, കൊച്ചിലെ കണ്ടതല്ലേ. വാ മോള് വന്ന് ഭക്ഷണം കഴിക്ക. നീ എന്നെ ഒന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി. നല്ല അമ്മ. അമ്മേ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോ? അമ്മ അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ എന്റെ വയറ്റി പറഞ്ഞതല്ലേ. ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും. ഇത് വെച്ചോ, വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. അമ്മയുടെ പൊന്നു പോയിട്ട് വാ. ചേട്ടാ, സെന്റ് സീനാണല്ലോ. ഒരാഴ്ച കോളേജ് ടൂർ പോകുന്നതിനാണ് ഈ ഷോ. അല്ല, അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല്. ഓ, അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലെങ്കിലും ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ. തിരിച്ചു പറയടാ. ആണോ? അങ്ങനെയാണ് പെൺകുട്ടികളായാൽ. വല്യമ്പ്രാട്ടി ചേച്ചിനെ കണ്ടങ്ങ് പഠിച്ചാ മതി. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ചാൽ അടുത്ത കേസ് കെട്ടും കൊണ്ട് വന്നേക്കരുത്. ആ, ശ്രമിക്കാം. ചെലവാക്കരുത്, ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ. ആവശ്യത്തിനുള്ള എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ കറണ്ട് ബില്ലടക്കാൻ 2 ദിവസം കൂടെയുള്ള ഡ്യൂ ഡേറ്റ്. ഇത് വെച്ചത് അടച്ചാൽ മതി. നീ എന്ത് പരിപാടി പറയുന്നത്? നിനക്കത് അങ്ങ് അടച്ചിട്ട് പോക്കൂടെ? ഇവിടെ അടുത്ത KCB പ്ലീസ്. ശരി ടാറ്റാ. ശരി ഏട്ടാ, ടാറ്റാ. ഏക്സി വന്നാ? ഏക്സി അവർക്ക് നേരത്തെ വന്നു. നീ എന്താ ലേറ്റ്? മീര കോളേജ് ടൂർ പോയേക്കുവാ. അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടില്ല. ചേട്ടാ, ഈ കറണ്ട് ബില്ല് ഓൺലൈൻ അടയ്ക്കാറ് എനിക്ക് അവിടെ പോയി ക്യൂ നിൽക്കാനൊന്നും വയ്യ. കണ്ടോ, ഇന്ന് വരെ അതുപോലും ചെയ്തു നോക്കിയിട്ടില്ല. നീ അന്ന് ഞാൻ അടച്ചുതരാം. അതെ, നിന്റെ ശലഭ ആ കോളേജിലാണ് പഠിക്കുന്നത്. അവളെന്താ ടൂർ പോയില്ലേ? അവൾ MSc അല്ലേ, ഇവൾ MCOM. ഡാ, എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു ഓരും കൂടെ കിട്ടാറുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. റൈറ്റ് കുറച്ച്. റൈറ്റാ? അല്ല, പറ്റില്ല, ലെഫ്റ്റ്. ലെഫ്റ്റ്. അതിന് കുറച്ച് താഴത്തേക്ക് ഇറക്കി. അതിന് മുകളിലേക്ക് കയറ്റി. ഓക്കെ കേട്ടോ. ഹലോ, ഇന്ന് രാവിലെ ബസ്സിൽ കണ്ടില്ലല്ലോ. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇന്ന് എഴുന്നേറ്റപ്പോ ലേറ്റ് ആയിപ്പോ. ഓഫീസിലെത്തി തന്നെ കഷ്ടപ്പെട്ട. എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്? കാണാലോ, എപ്പോ വേണേലും കാണാം. എന്നിപ്പോ ധൈര്യമുണ്ടോ? ഇപ്പൊ രാത്രിയൊക്കെ ആയില്ലേ, അത് വേണോ? അച്ഛനമ്മ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ഗുരുവായൂർ വെക്കാം. ആണോ? എന്നാ ഞാൻ വരും. വന്നിരിക്കും. കാണാം. പോയിരിക്കും. വണ്ടി എടുക്കട്ടെ? ആചാര സംരക്ഷണം. വന്നിട്ട് സംരക്ഷിക്കാം. അത് മതി. ഭയങ്കര ആഴമാണ്. കാമയുടെ വെണ്ട മതിൽ ചാടി കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാമുകനല്ല നീ. ചാട്. അപ്പുറം ഗേറ്റ് ഓപ്പൺ ആണല്ലോ. ആരെങ്കിലും കണ്ടാ തീർന്നട്ടാ. ആരും കാണൂല, ഞാൻ പുറത്തുണ്ടാകും. ഇനി ആരെങ്കിലും വന്നാ ഞാൻ ഡോറിലെ മുട്ട. മതി. ഓക്കെ. അപ്പൊ ധൈര്യമൊക്കെ ഉണ്ടല്ലേ? ഉറങ്ങില്ലേ? എന്താ ഉറങ്ങണം? ഒരു 10 തരാം. പിണങ്ങോ? ഇല്ല, പിണങ്ങില്ല. ഇതാരത്? അമ്പാടി. പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറി ഇരുന്നോളാം. എന്തിനാണ് അമ്പാടി? പ്ലീസ് പോ. വാ. എന്ത്? വാ.
എന്താ കാണിക്കുക? എന്താടാ എടാ പുറത്തു കൂടി ആൾക്കാർ പോണു, എന്നെ ആരെങ്കിലും കാണും, നമുക്ക് പോയാലോ? മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ ഇപ്പൊ പോവാന്നോ? എടാ കുറച്ചേരം പ്ലീസ്. കുറച്ചേരല്ലേ? 5 മിനിറ്റ്. ഇനി വേണ്ട, പോ. പോണോ? എന്താ 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 പറ. വേണ്ട, പോ. എന്താ ഒറ്റ ചവിട്ടി ചെറുക്കും. സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു യുവാവുണ്ട്.